സുഹാന്റെ മൃതദേഹം കുളത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് ഈ സുഹാനെ കാണാതായത്. മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടി കുളത്തിന്റെ പരിസരത്തെത്തിയതിൽ പോലീസ് അന്വേഷണം നടത്തും. കുളം നമ്മളാരും ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഡോസ്കോഡും വന്നില്ല. ഇവിടെ ആരും പ്രതീക്ഷിക്കുന്നില്ല. ഈ നടന്നു പോകുന്ന ഒരാൾ അപകടത്തിൽപ്പെടുന്ന ഒരു സ്ഥലമല്ല. കാരണം ഒരു കനാലുണ്ട്, ആ കനാലിന് അപ്പുറമാണ് ഈ കുളം ഉള്ളത്. മറിഞ്ഞു വീണമെന്ന് പറയാൻ കഴിയില്ല. കുളത്തിലേക്ക് ഇറങ്ങുക തന്നെ വേണം. ഒന്ന് വിശദമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. കാരണം അപകടം നടന്നു പോകുമ്പോൾ അപകടം പറ്റുന്ന രീതിയിലല്ല ഈ കുളത്തിന്റെ ഘടന കിടക്കുന്നത്. മറ്റു രണ്ട് സ്ഥിതി വരമ്പത്ത് നടന്നു പോകുമ്പോൾ വീഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് റോഡാണ്. റോഡിൽ നിന്ന് ഒരു കനാല് കടന്ന് അപ്പുറത്താണ് ഈ കുളം. കുളിക്കാൻ ആളുകൾ കുളിക്കുന്ന ഒരു കുളവും കൂടെയാണ്. ഏതായാലും പോലീസ് വിശദമായ ഒരു അന്വേഷണം വേണം. അപകട സാധ്യത അല്ലാതെ ഒന്ന് പരിശോധന, അതിന് വിശദമായ ഒരു അന്വേഷണം തന്നെ വേണം. ശരി, വാർത്തയുടെ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഒരു ഗുഡ് മോർണിംഗ് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കുഞ്ഞു സുഹാൻ നമ്മുടെ ഒന്നും പ്രാർത്ഥനകൾക്കൊന്നും കാത്തുനിന്നില്ല, യാത്രയായിരിക്കുന്നു. എപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത്? എപ്പോഴാണ് ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്? അരുൺ, അശ്വതി, ഒരു 9 മണിക്ക് ശേഷമാണ് ഈ സുഹാനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. 21 മണിക്കൂർ നീണ്ടു നിന്ന തെരച്ചിലായിരുന്നു. ആ തെരച്ചിലിന് ശേഷമാണ് ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ ജീവനറ്റ ശരീരം കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ചിറ്റൂര് അമ്പാട്ടുപാളയം ഭാഗത്തുള്ള ഒരു കുളമാണിത്. അമ്പാട്ടുപാളയത്തെ എരുമങ്കോട് ഭാഗത്ത് ഉള്ള കുളമാണ്. ആ കുളത്തിൻ്റെ മധ്യഭാഗത്താണ് ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഈ വീട്ടിൻ്റെ സമീപത്താണ് കുട്ടി ഉള്ളത് എന്നുള്ളതായിരുന്നു ആദ്യം കരുതിയിരുന്നത്. കാരണം ഇന്നലെ ഈ 11 മണിയോടുകൂടെയാണ് ഈ സുഹാൻ വീട്ടിൽ നിന്ന് സഹോദരനോട് വഴക്കിട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം പിന്നീട് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ കുട്ടിക്ക് വേണ്ടി തിരച്ചിൽ നടത്തി. ആ തിരച്ചിലിന് ശേഷം കുട്ടിയെ കണ്ടെത്താൻ കഴിയാത്തതോടുകൂടെ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി, ഡോഗ് സ്ക്വാഡും മറ്റും ഒക്കെ എത്തി പരിശോധന നടത്തി. ആ പരിശോധനയിൽ പ്രദേശത്തെ വീട്ടിന് ഒരു 200 മീറ്റർ അപ്പുറത്തുള്ള ഒരു കുളത്തിൻ്റെ അവിടെയായിരുന്നു ഡോഗ് സ്ക്വാഡ് പോയി നിന്നത്. ഇന്നലെ വൈകിട്ട് ആ കുളത്തിലായിരുന്നു ആദ്യം പരിശോധന നടത്തിയത്. അവിടെ പരിശോധന നടത്തിയതിന് ശേഷം പിന്നീട് മറ്റൊരു കുളത്തെ ആ ഭാഗത്തും പരിശോധന നടത്തി. അങ്ങനെ 2 കുളത്തിൻ്റെ മേഖലകളിലും പരിശോധന നടത്തിയെങ്കിൽ അവിടെയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നും രാവിലെ ഇപ്പോൾ 2 സ്ത്രീകൾ, അതായത് കുട്ടി കരഞ്ഞു പോകുന്നത് കണ്ടു എന്ന് 2 സ്ത്രീകൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. പ്രദേശത്ത് CCTV എന്നുള്ളൊരു ഗ്രാമീണ മേഖലയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് പരമാവധി എവിടെയാണ് കുഞ്ഞ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ ആ ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഈ എരുമങ്കോട് ഭാഗത്ത് തന്നെയുള്ള ഒരു കുളത്തിൽ ഈ കുട്ടിയെ ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാരാണ് ആദ്യം കാണുന്നത്. നാട്ടുകാർ കണ്ടതിന് ശേഷം പിന്നീട് ബന്ധുക്കളെ മറ്റും വിവരം അറിയിക്കുകയായിരുന്നു. പോലീസിനെ ഉൾപ്പെടെ വിവരം അറിയിക്കുകയായിരുന്നു. ഏതായാലും ഈ സംഭവത്തിൽ ഒരു പാലക്കാട് ഈ ഒരു ചിറ്റൂർ നഗരസഭ ചെയർമാൻ ഉൾപ്പെടെ പറയുന്നത് ഇത് കുട്ടി പാലക്കാട് ചിറ്റൂരിൽ കാണാതായ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ഇന്നലെയാണ് ഈ കുഞ്ഞു സുഹാനെ കാണാതായത്. 6 വയസ്സ് മാത്രമാണ് ഈ സുഹാന്റെ പ്രായം. ഈ കുളത്തിൽ നിന്നാണ് ഈ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് ഈ സുഹാനെ കാണാതായത്. സഹോദരനുമായി വഴക്കിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങുകയായിരുന്നു ഈ 6 വയസ്സുകാരൻ. അപ്പോൾ വഴിയരികിൽ കൂടി ഈ കുഞ്ഞു സുഹാൻ കരഞ്ഞുകൊണ്ട് പോകുന്നത് അവിടുത്തെ പരിസരവാസികളൊക്കെ കണ്ടിരുന്നു. 2 സ്ത്രീകൾ അത്തരത്തിൽ പോലീസിന് മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഈ കുഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോയിരുന്നത് തങ്ങൾ കണ്ടിരുന്നു എന്നൊക്കെ മൊഴി നൽകിയിരുന്നു. ആ മൊഴിയെ ചുറ്റിപ്പറ്റിയൊക്കെ അന്വേഷണം പുരോഗമിച്ചിരുന്നുവെങ്കിലും കുഞ്ഞിനെ കണ്ടെത്താനായില്ല. ഒടുവിൽ ഈ ഈ ഡോഗ് സ്ക്വാഡൊക്കെ എത്തി ഈ കുഞ്ഞ് എവിടെയാണെന്ന തരത്തിലുള്ള അന്വേഷണത്തിൽ ഈ ഡോഗ് സ്ക്വാഡിനെയൊക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പോഴാണ് ഈ കുളത്തിൻ്റെ സമീപത്ത് ഈ ഡോഗ് സ്ക്വാഡ് എത്തിയത്. അപ്പോഴാണ് ഈ കുട്ടി ചിലപ്പോൾ അവിടെ ഉണ്ടാകാമെന്ന് പോലീസ് മനസ്സിലാക്കുകയും പിന്നീട് തിരച്ചിലിനൊടുവിൽ ഇന്ന് കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഞങ്ങളുടെ പ്രതിനിധി അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഈ കുഞ്ഞ് അബദ്ധത്തിൽ വീണതാകാനുള്ള സാധ്യതയാണോ ഉള്ളത്? അതോ ഈ മരണത്തിൽ മറ്റെന്തെങ്കിലും ദുരൂഹത ഈ പ്രാഥമിക ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ടോ അരുൺ? അശ്വതി, ഇതിലൊരു പ്രശ്നം എന്നുള്ളത്, അതായത് നടന്നു പോകുമ്പോൾ ഈ കുഞ്ഞ് കുളത്തിൽ വീഴുന്നതിന് വേണ്ടിയുള്ള സാധ്യത നന്നേ കുറവാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൽ കൂടുതൽ അന്വേഷണം വേണമെന്നുള്ളതാണ്. നമുക്ക് ഈ കുളത്തിന്റെ സമീപത്തെ ഭാഗം കാണാൻ സാധിക്കും. ഇവിടെ കുളത്തിലേക്ക് കടക്കണമെങ്കിൽ ആദ്യം ഒരു ചെറിയൊരു ഗ്രാമീണ റോഡാണുള്ളത്. ആ
ഗ്രാമീണ റോഡിന് തൊട്ട് അപ്പുറത്തായിട്ട് ഒരു ചെറിയ കനാലുണ്ട്. ആ കനാലിന് കുറുകെ 2 പോസ്റ്റുകൾ ഇട്ടിട്ടുള്ള പാലമാണ്. ഈ പാലത്തിലൂടെ നടന്നു വന്ന് കുളത്തിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ കുളത്തിൽ അകപ്പെടുകയുള്ളൂ എന്നുള്ളത്. അതല്ലാതെ നടന്നു പോകുമ്പോൾ കുളത്തിൽ വീഴുന്നതിനോ മറ്റോ ഒക്കെയുള്ള സാധ്യത ഇവിടെ തീരെ ഇല്ല എന്നുള്ളതാണ്. കുളത്തിലേക്ക് ഒന്നുകിൽ കുട്ടി പാലത്തിലൂടെ ഇറങ്ങി വന്ന് കുളത്തിൻ്റെ കരയിലോ മറ്റോ ഇരുന്നതായിരിക്കാം. ആളുകൾ കുളിക്കുന്ന കുളമാണിത്. അതുകൊണ്ട് തന്നെ ആ കടവിലോ മറ്റോ ഇരുന്നപ്പോൾ കാൽവഴുതി വീണതാവാം. അതല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കുട്ടി ഇത്തരത്തിൽ നടന്നു പോകുമ്പോൾ ഈ കുളത്തിൽ അകപ്പെടുന്നതിനോ കാൽവഴുതി വീഴുന്നതിനോ ഒക്കെ ഉള്ള സാധ്യത വളരെ കുറവാണെന്നിരിക്കെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ചിറ്റൂർ നഗരസഭ ചെയർമാനായ സുമേഷ് അച്യുതൻ ഉൾപ്പെടെ ആവശ്യപ്പെട്ടതും അതാണ്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇതിൽ കൂടുതൽ അന്വേഷണം വേണ്ടിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തണം എന്നുള്ളൊരു ആവശ്യമാണ് നഗരസഭ ചെയർമാൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത്. ഏതായാലും വളരെ ദാരുണമായൊരു സംഭവമാണ്. ഇന്നലെ രാവിലെ 11 മണിയോടുകൂടെ സഹോദരനുമായി പിണങ്ങി വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ കുട്ടി, ആ കുട്ടി ജീവനോടെ കണ്ടെത്തും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. കഴിഞ്ഞ 21 മണിക്കൂറായി തിരച്ചിൽ നടത്തിയ 21 മണിക്കൂറായി നടത്തിയ തെരച്ചിലിനൊടുവിലും കുട്ടിയെ കണ്ടെത്താൻ കഴിയും, ജീവനോടെ തന്നെ കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടെ, നേരത്തെ പറഞ്ഞത് ഇന്നലെ വൈകിട്ടോടുകൂടെ ഡോഗ് സ്ക്വാഡും മറ്റും എത്തി പരിശോധിച്ചപ്പോൾ വീടിന് സമീപത്തുള്ള ഒരു കുളത്തിലായിരുന്നു ഡോഗ് സ്ക്വാഡ് വന്ന് നിന്നത്. അതിനുശേഷം ആ കുളങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. ആ പ്രദേശത്തുള്ള വീടിന് സമീപത്ത് 2 കുളങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. അവിടെയൊന്നും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനിടെയാണ് ഇപ്പോൾ വീടിന് ഒരു 600 മീറ്റർ അപ്പുറത്ത് മാറിയുള്ള മറ്റൊരു കുളത്തിൽ രാവിലെ കുട്ടിയുടെ മൃതദേഹം നാട്ടുകാർ കാണുന്നത്. നാട്ടുകാർ കണ്ടതിന് ശേഷം പോലീസിനെ ഉൾപ്പെടെ വിവരം അറിയിക്കുകയായിരുന്നു. കുട്ടിയെ കാണാതായ സമയത്ത് ധരിച്ചിരുന്നു എന്ന് പറയുന്ന അതേ വസ്ത്രം തന്നെയായിരുന്നു. പിന്നീട് മറ്റ് ബന്ധുക്കളൊക്കെ വന്ന് ആ കുട്ടിയെ തിരിച്ചറിയുകയായിരുന്നു. ഇപ്പോൾ ഏതായാലും മൃതദേഹം ഇവിടെ നിന്നും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. ഈ സംഭവ സമയത്ത് കുട്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് മുത്തശ്ശിയും മറ്റൊരു ബന്ധുവും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. മറ്റ് കുട്ടികൾ തമ്മിൽ ചെറിയ വഴക്കിട്ട് പുറത്തേക്ക് ഇറങ്ങി. സാധാരണഗതിയിൽ കുഞ്ഞ് അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്ന് വീടിനൊരു 200-300 മീറ്റർ. അതാണ് അരുൺ, അതായത് ഈ കുഞ്ഞു സുഹാന് 6 വയസ്സ് മാത്രമാണ് പ്രായം. അപ്പോൾ തന്റെ വീടിന്റെ പരിസരമൊക്കെ ആ കുഞ്ഞിന് ഇത്രത്തോളം ബോധ്യമുണ്ടായിരുന്നോ? ഈ കുളത്തിലൊക്കെ എത്താനുള്ള ഒരു വഴി ആ കുഞ്ഞിന് അറിയാമായിരുന്നു എന്നതൊക്കെയാണ് സുപ്രധാനമായ ചോദ്യം. കാരണം ഈ കുളത്തിൽ ഇതിനു മുൻപ് ഈ കുഞ്ഞ് വന്നിട്ടുണ്ടോ, ഒപ്പം എങ്ങനെയാണ് ഈ കുട്ടി കുളത്തിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. ഒരുപക്ഷെ ഈ അങ്ങനെ ഒരു 6 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞിന് ഈ വീടിന് പരിസരത്തുള്ള കുളം വീട്ടുകാർ കൊണ്ടുപോകാതെ ഒറ്റയ്ക്ക് പോകാൻ അറിയില്ലായിരിക്കും. അതോ ഇനി പിണങ്ങി ഇറങ്ങിയ ആ ഒരു സമയത്ത് കുഞ്ഞ് ഒരു നടന്നിങ്ങ് വന്നതാണോ ഈ കുളത്തിലേക്ക് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. പിന്നെ 21 മണിക്കൂറിൽ നീണ്ട അന്വേഷണം. ഈ അന്വേഷണത്തിൽ കുഞ്ഞിനെപ്പറ്റി യാതൊരുവിധ വിവരവും ലഭിച്ചില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും എപ്പോഴാണ് ഈ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയത്, എപ്പോഴാണ് അന്വേഷണം തുടങ്ങിയത്, അക്കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത വന്നോ? തീർച്ചയായും രാവിലെ ഒരു 11 മണിയോടെ കുട്ടിയെ കാണാതായി. അതിനുശേഷം വീട്ടുകാരും നാട്ടുകാരുടെയൊക്കെ നേതൃത്വത്തിൽ, ബന്ധുക്കളുടെയൊക്കെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തി. ആ തിരച്ചിലിനൊടുവിൽ കുട്ടിയെ അങ്ങനെ അവർക്ക് കണ്ടെത്താൻ കഴിയാതായതോടുകൂടെയാണ് പിന്നീട് പോലീസിൽ വിവരം അറിയിക്കുന്ന സാഹചര്യം. അതായത് ഒരു ഉച്ചയോടുകൂടെയാണ് പോലീസിൽ വിവരം അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ കുട്ടിയുടെ അമ്മ ഒരു സ്കൂളിലെ ടീച്ചറാണ്. അതുകൊണ്ട് തന്നെ രാവിലെ സ്കൂളിൽ ജോലിക്ക് പോയതാണ്. അമ്മ പോയ വഴിയിലൂടെ കുട്ടി കടന്നു വന്നതാണോ എന്നുള്ളതും ഇതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല കുളം ഉൾപ്പെടെ കുട്ടിക്ക് നേരത്തെ പരിചയമുള്ളത് കൊണ്ട് ചിലപ്പോൾ സഹോദരനുമായിട്ട് പിണങ്ങി കുളക്കരയിൽ വന്ന് കളിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കുളക്കരയിൽ വന്ന് ഇരുന്ന സമയത്ത് കാൽവഴുതിയോ മറ്റോ കുളത്തിലേക്ക് കുട്ടി വീണതാണോ എന്നുൾപ്പെടെ. അരുൺ, ഈ കുഞ്ഞ് വീട് വിട്ടിറങ്ങുന്ന സമയത്ത് വീട്ടിൽ സഹോദരനല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? അമ്മ അധ്യാപികയാണ്, ജോലിക്ക് പോയി എന്ന് ഇപ്പോൾ അരുൺ പറഞ്ഞിരുന്നല്ലോ. അമ്മയല്ലാതെ ഈ വീട്ടിൽ മുതിർന്നവർ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ ഈ സഹോദരനല്ലാതെ? അശ്വതി, ഈ കുട്ടിയുടെ അമ്മ സ്കൂളിലെ ടീച്ചറാണ്, രാവിലെ ജോലിക്ക് പോയതാണ്. അച്ഛനാണെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുകയാണ്. പിന്നെ വീട്ടിലുള്ളത് ഒരു മുത്തശ്ശിയാണ്, പ്രായമായ മുത്തശ്ശിയാണ്. പിന്നെ അതുകൂടാതെ വേറൊരു ബന്ധുവും വീട്ടിലുണ്ടായിരുന്നു. ബന്ധു കൂടാതെ ഏതാനും കുട്ടികളാണ് കൂടുതലും വീട്ടിലുണ്ടായിരുന്ന കുട്ടികളാണ്. ബന്ധുക്കളായ മറ്റ് സഹോദരങ്ങളുടെ മറ്റോ കുട്ടികളായിട്ടുള്ള ചെറിയ കുട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ കുട്ടികൾ തമ്മിൽ വീട്ടിൽ പലതരത്തിൽ കളിച്ച് നടക്കുകയായിരുന്നു. കളിച്ച് നടക്കുന്ന സമയത്താണ് ഈ സുഹാൻ സഹോദരനുമായിട്ട് വഴക്കിട്ടു എന്ന്
ബന്ധുക്കൾ പറയുന്നത്. അങ്ങനെ വഴക്കിട്ടതിന് ശേഷം കുട്ടി വീട്ടിന് പുറത്തേക്ക് വരികയായിരുന്നു. കരഞ്ഞുകൊണ്ടാണ് വീടിന് പുറത്തേക്ക് വന്നത്. അത് 2 സ്ത്രീകൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കുട്ടി വീടിന് ഒരു 200 മീറ്റർ അപ്പുറത്ത് കൂടെ കരഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടിരുന്നുവെന്ന്. അത്തരത്തിൽ കരഞ്ഞുകൊണ്ട് പോയ കുട്ടിയാണ് പിന്നീട് കാണാതായത്. അങ്ങനെയാണ് പിന്നീട് ബന്ധുക്കളും നാട്ടുകാരും ആദ്യ ഘട്ടത്തിൽ തെരച്ചിൽ നടത്തുന്നു. പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുന്നു. പോലീസ് എത്തി, ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ എത്തി പരിശോധന നടത്തുന്നു. ഡോഗ് സ്ക്വാഡ് ആണെങ്കിൽ ആ ഡോഗ് ഒരു കുളത്തിന്റെ ഭാഗത്ത് വന്ന് നിൽക്കുന്നു. സുഹാന്റെ സഹോദരന് എത്ര വയസ്സ് പ്രായം വരും അരുൺ? സുഹാന്റെ സഹോദരനും ചെറിയ പ്രായം മാത്രമേ ഉള്ളൂ. 2 വയസ്സും മറ്റോ വ്യത്യാസമുള്ളൂ. 8 വയസ്സോ അങ്ങനെ ചെറിയ പ്രായമുള്ള 2 കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നും ഈ കുട്ടി കുളത്തിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് ഏതായാലും ഒരു ദുരൂഹത തന്നെയാണ്. അത് പോലീസിന്റെ ഭാഗത്തുനിന്ന് വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ നടത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ആണ്. അതേസമയം കുഞ്ഞിനെ ജീവനറ്റ ശരീരമേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഇതിൽ. അതായത് 2 സ്ത്രീകൾ ഈ കുഞ്ഞ് സുഹാൻ കരഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടിരുന്നത്, ഒരുപക്ഷെ ആ കുഞ്ഞിനെ അവസാനമായി ജീവനോടെ കണ്ടത് ആ 2 സ്ത്രീകളായിരിക്കാം. അപ്പോൾ ഈ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് പോയപ്പോൾ സ്വാഭാവികമായും കരയുന്ന ഒരു കുഞ്ഞിനെ കാണുമ്പോൾ നമ്മൾ ചോദിക്കുമല്ലോ, എവിടെ നിന്നാണ് മോൻ, എന്തിനാണ് കരയുന്നത്? അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു ചോദ്യങ്ങൾ ആ സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായോ? അപ്പോൾ ഈ കുഞ്ഞ് സുഹാൻ എന്താണ് പറഞ്ഞിരിക്കുക? പോലീസ് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? പക്ഷേ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നുമില്ല. ഈ കുട്ടി കരഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടു എന്ന് മാത്രമാണ് 2 സ്ത്രീകൾ. വീട്ടിലവർ ജോലിയിലോ മറ്റോ ആയിരുന്നപ്പോഴായിരിക്കണം ഈ കുട്ടി റോഡിലൂടെ കരഞ്ഞു പോകുന്നത് കണ്ടു എന്ന് ഈ 2 സ്ത്രീകൾ ഏതായാലും പോലീസിന് മൊഴി നൽകിയത്. അത് കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീട് ഇന്ന് രാവിലെയൊക്കെ അന്വേഷണം നടത്തിയത് അത്തരത്തിലായിരുന്നു. പക്ഷേ അതിനിടയിലാണ് ഈ ഒരു ആളുകൾ ഉപയോഗിക്കുന്ന കുളമാണ്. ആ കുളത്തിലാണ് കുഞ്ഞിൻ്റെ മൃതദേഹം, കുളത്തിൻ്റെ ഏകദേശം ഒരു മധ്യഭാഗത്തായിട്ടാണ് മൃതദേഹം പൊന്തിയത്. ഏതായാലും ഇന്നലെ ഒരു 11 മണിക്ക് ശേഷം തുടങ്ങിയ തിരച്ചിലാണ്. ആ തിരച്ചിലിനൊടുവിലൊക്കെ ആ കുട്ടിയെ ജീവനോടെ കണ്ടെത്താൻ കഴിയും, അല്ലെങ്കിൽ കുഞ്ഞ് എവിടെയെങ്കിലും വീട്ടിൽ നിന്ന് പിണങ്ങി ആ സഹോദരനായിട്ട് പിണങ്ങി എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കുകയോ മറ്റോ ഒക്കെ ആയിരിക്കും. ഒരു പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു, കേരളത്തിന് മുഴുവൻ പ്രതീക്ഷയുണ്ടായിരുന്നു കുഞ്ഞു സുഹാനെ കണ്ടെത്തും. ഒടുവിൽ ആ പ്രാർത്ഥനകളൊക്കെ വിഫലമാക്കി കുഞ്ഞു സുഹാൻ മടങ്ങിയിരിക്കുന്നു. അരുൺ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും ആൾക്കാരൊക്കെ കുളിക്കാൻ എത്തുന്ന ഒരു കുളമാണ്. അപ്പോൾ ഈ കുഞ്ഞു സുഹാൻ അവിടെ എത്തിയത് മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലേ? ആ സമയത്ത് മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു ആ കുളത്തിന് സമീപം? നിലവിൽ ഇപ്പോൾ ഈ പറയുന്ന സമയം എന്ന് പറയുമ്പോൾ 11 മണിക്ക് ശേഷമാണ് കുട്ടി ഏതായാലും ഈ കുളത്തിന്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൊതുവെ നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കും, വളരെ ആളുകൾ ജനവാസ മേഖലയല്ല ഇത്. ജനവാസ മേഖല ഈ കുളത്തിന്റെ മറ്റ് മേഖലകളിൽ ജനവാസ മേഖലയാണ്. ഇതൊരു ഗ്രാമീണ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ ആളുകളൊക്കെ വരാനുള്ള സാധ്യതയും ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാനുള്ള സാധ്യതയൊക്കെ ഇവിടെ നന്നേ കുറവാണ് എന്നുള്ളതാണ്. കാരണം അത്തരത്തിൽ ഒരു വിജനമായ പ്രദേശമാണ് ഈ കുളത്തിന്റെ പ്രദേശമാണെങ്കിലും മറ്റുമൊക്കെ. ആരെങ്കിലും ഈ വഴിയിലൂടെ, അതായത് ഈ കൃത്യം ഈ കുളം നിൽക്കുന്നതിൻ്റെ കുറച്ച് അപ്പുറം ഭാഗത്താണ് ധാരാളം വീടുകളുള്ളത്. പിന്നീട് അത് മുൻവശത്തെ കുളത്തിന് മറുവശമുള്ളത് ചിറ്റൂരിലെ പ്രധാന പാതയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു വഴിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആളുകൾ ഈ വഴിയെ അപ്പോൾ ആരെങ്കിലും കടന്നു പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ കുട്ടി ഇവിടെ ഉള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് അപ്പുറത്തൊരു റോഡാണ്, അതിനുശേഷം ഒരു ചെറിയൊരു കനാലാണ്. ഇവിടെയാണെങ്കിൽ കുളത്തിന് സമീപത്ത് വലിയൊരു വരമ്പാണ്. ആ വരമ്പിന് താഴെയായിട്ടാണ് കുളം. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ റോഡിലൂടെ പോകുന്ന ആളുകൾക്ക് പോലും ഒരു കുഞ്ഞ് ഇവിടെ വന്ന് ഈ കുളത്തിന്റെ കരയിൽ വന്ന് ഇരുന്നാൽ പോലും അവരുടെ കാഴ്ചയിലേക്ക് അത് എത്താനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. അത്തരത്തിലാണ് ഈ ഒരു മേഖല. അതുകൊണ്ട് തന്നെ ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഈ ഞായറാഴ്ച രാവിലെ നമ്മളെ തേടിയെത്തിയത്. കേരളം മുഴുവൻ കാത്തിരുന്ന് 21 മണിക്കൂറോളം മലയാളികൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ കുഞ്ഞു സുഹാനെ കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു നാം ഓരോരുത്തരും. പക്ഷേ ഇന്ന് രാവിലെ തേടിയെത്തിയ വാർത്ത വീടിന് സമീപമുള്ള കുളത്തിൽ നിന്നും ആ പിഞ്ച് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയെന്നാണ്. ഇന്നലെ രാവിലെ 11 മണിക്കാണ് ഈ സുഹാൻ വീട്ടിലെ സഹോദരനുമായി വഴക്കിട്ട് പുറത്തു പോയത്. അപ്പോൾ ജനവാസം അധികം ആൾക്കാരില്ലാത്തൊരു സ്ഥലത്താണ് ഈ കുഞ്ഞ് എത്തിപ്പെട്ടത്. ഈ കുഞ്ഞ് എങ്ങനെ വീണു, എപ്പോൾ വീണു എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാകും ഈ കുഞ്ഞിൻ്റെ മരണം എപ്പോൾ സംഭവിച്ചു, എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരികയുള്ളൂ. അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഈ കുഞ്ഞിൻ്റെ അമ്മ ഒരു അധ്യാപികയാണ്, രാവിലെ ജോലിക്ക് പോയിരുന്നു. അപ്പോൾ വീട്ടിൽ പ്രായമായ മുത്തശ്ശിയും മറ്റൊരു ബന്ധുവും പിന്നെ കുറച്ച് കുട്ടികളും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് പോകുന്നത് അവിടെ വഴിയരികിലുള്ള 2 സ്ത്രീകൾ കണ്ടിരുന്നു.
ഒരുപക്ഷെ അവരാകാം ഈ കുഞ്ഞിനെ അവസാനമായി ജീവനോടെ കണ്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ. പോലീസിന്റെ 23 മണിക്കൂറുള്ള അന്വേഷണം അത് വിഫലമായിരിക്കുകയാണ്. ഈ ഡോഗ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ഈ കുഞ്ഞ് കുളത്തിലുണ്ടെന്ന തരത്തിലുള്ള രീതിയിൽ നമുക്കുള്ള വിവരം ലഭിച്ചത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും പ്രാർത്ഥനകളൊക്കെ വിഫലമായി. കുഞ്ഞ് സുഹാൻ നമ്മെ വിട്ടു